നമസ്കാരം. ഇന്നൊരു സൗഹൃദത്തിൻ്റെ കഥയാണ്. സൗഹൃദം. ഇരുട്ട്. നിലാവിൽ നിന്ന് നേരിയ വെളിച്ചമിറ്റ് വീഴുന്ന ഇരുട്ട്. ഒറ്റയ്ക്കാണ്. കൂട്ടിന് കട്ടനും ഗോൾഡും മാത്രം. സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് കട്ടൻ്റെ ഒരു സിപ്പടിച്ചും ഗോൾഡ് ഊതി വിട്ടും ഞാൻ പുറകിലുള്ള പാടവരമ്പിലൂടെ നടക്കുന്നത് കടക്കാരൻ ശ്രദ്ധിച്ചതുപോലുമില്ല. വിശ്വാസമാണ്. ചെറിയ നിലാവെളിച്ചവും തണുപ്പും ചൂടുമല്ലാത്ത ഇളം കാറ്റുള്ള കാലാവസ്ഥയും ഇടയ്ക്ക് ചുണ്ടുകളിൽ കയറി നാവിലൂടെ ആമാശയത്തിലേക്ക് അരിച്ചിറങ്ങുന്ന ഇളം ചൂടുള്ള കട്ടനും ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഞാൻ തന്നെ ഊതിവിടുന്ന പുകച്ചുരുളുകളും എന്നെ ഏതോ ലോകത്തെത്തിച്ചിരുന്നു. എൻ്റെ ചിന്തകളെ അറുത്തെടുത്തുകൊണ്ട് പെട്ടെന്നൊരു ശബ്ദമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പോകുന്ന ആ ശബ്ദം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടുന്നു. ആ പാട്ടിൻ്റെ ഉത്ഭവസ്ഥലത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കേട്ടതിനോട് ഒട്ടും യോജിക്കാത്ത ഒരു രൂപമായിരുന്നു കണ്ടത്. സംശയിച്ചു നിന്ന എൻ്റെ അടുത്തേക്ക് അയാൾ പതിയെ ആടിയുലഞ്ഞ് നടന്നു വന്നു. ഒരു സിഗരറ്റ് തരാമോ? കയ്യിലുള്ള പാക്കറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ അയാൾക്ക് കൊടുത്തു. ഒരു നന്ദി പ്രതീക്ഷ എനിക്ക് അയാൾ തന്നത് സുന്ദരമായൊരു പാട്ടായിരുന്നു. ഒട്ടും വൃത്തിയില്ലാത്ത വേഷം ധരിച്ച അയാൾ മൂക്കുമുട്ടെ കുടിച്ചിരുന്നു എന്ന് ആദ്യ കാഴ്ചയിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായതാണ്. പാതി ബോധത്തിലുള്ള ആ ശരീരത്തിൽ നിന്നാണ് ഇത്രയും മനോഹരമായ ശബ്ദത്തിലുള്ള പാട്ട് എന്നോർത്തപ്പോൾ എനിക്ക് ആശ്ചര്യമായിരുന്നു. 4 വരി പാടിക്കഴിഞ്ഞ് അയാൾ മുന്നോട്ട് നടന്നു. പിന്നാലെ ചെന്ന് അയാളെ പിടിച്ചു നിർത്തി ഒരു പാട്ടും കൂടെ പാടാമോ എന്ന് ഞാൻ ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ അയാൾ പാടിത്തുടങ്ങി. ഓരോ പാട്ടിനും കയ്യിലുള്ള സിഗരറ്റ് പാക്കറ്റിൽ നിന്നും സിഗരറ്റുകൾ ഓരോന്നായി തീർന്നുകൊണ്ടിരുന്നു. ഊതിവിടുന്ന പുകച്ചുരുളുകൾ പോലും അയാളുടെ പാട്ടിൻ്റെ താളത്തിനൊത്ത് ആടിയുലഞ്ഞ് അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ തോന്നി. സിഗരറ്റ് കൈ നീട്ടി അയാൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഗോൾഡ് തീർന്നു. കടയിൽ പോയി ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പോയി 2 കട്ടനും ഒരു പാക്കറ്റ് ഗോൾഡും വാങ്ങി തിരിച്ചു നടന്നു. എന്നാൽ എൻ്റെ കയ്യിലെ കട്ടൻ കുടിക്കാനോ ഗോൾഡ് വലിക്കാനോ അയാളെ അവിടെ കണ്ടില്ല. ചുറ്റിലും തിരഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം. കുറച്ചു നേരത്തേക്കാണെങ്കിലും ആ സൗഹൃദം എന്നെ ഒരുപാട് സന്തോഷവാനാക്കിയെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീടുള്ള ഓരോ ദിവസവും പാടവരമ്പത്തിരുന്ന് കട്ടൻ കുടിക്കുമ്പോൾ ആ പാട്ടിനെയും ആ ശബ്ദത്തെയും എൻ്റെ മനസ്സ് തിരഞ്ഞപ്പോഴാണ്.